മിസ് ഇന്ന് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതായത് പഠിക്കാനിരിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഈ ഒരു കാര്യം എൻ്റെ മക്കൾ എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ഇതെങ്ങനെയാണ്, ചില ആൾക്കാരെ നിങ്ങൾ കാണും ആകെ 1 മണിക്കൂർ മാത്രമേ പഠിക്കുന്നുണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ആ 1 മണിക്കൂർ അവർ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്ന് അവർക്ക് കംപ്ലീറ്റ് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ നമ്മളാണെങ്കിലോ ഒത്തിരി നേരം ഇരിക്കും, പക്ഷെ നമുക്ക് എന്താണ് ഈ പറയുന്നത് പോലെ ആ കുറച്ച് സാധനം മാത്രമേ പഠിക്കാനുണ്ടാവുള്ളൂ. അതുപോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ ഒത്തിരി ഡിസ്ട്രാക്റ്റഡ് ആയി പോകും, നമ്മൾക്ക് കുറേ പല ചിന്തകൾ പോകും. നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് തുടങ്ങുമെങ്കിലും പിന്നെ നമ്മൾ എത്തുന്നത് വേറെ ഏതോ ലോകത്തൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ എൻ്റെ മക്കൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എങ്ങനെയാണ് നമുക്കൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുക, ഒരു സാധനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക, എങ്ങനെ കുറച്ച് നേരം കൊണ്ട് ഒത്തിരി നേരം പഠിക്കുക, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാം, ഇതിനൊക്കെയുള്ള സിമ്പിൾ ടിപ്സാണ് മിസ് പറയുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കാം. സോ ഫസ്റ്റ്, എന്താണ് നമ്മുടെ ഫോക്കസ് അല്ലേ? നമുക്ക് ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ്, നമ്മുടെ ബ്രെയിൻ എല്ലാം ആ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കാര്യവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത്രയും ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് നമ്മുടെ ബ്രെയിൻ. അപ്പം നമ്മൾക്കത് നല്ലപോലെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി നേരം എടുക്കുന്നത് അല്ലേ? ആൻഡ് നമ്മളുടെ ഇന്നത്തെ ലോകത്ത് ആക്ച്വലി ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു സൂപ്പർ പവറാണ്. കാരണം നമ്മളുടെ ചുറ്റും അത്രയധികം ഡിസ്ട്രാക്ഷൻസ് ആണ്. അപ്പോൾ ഒരാൾക്ക് നല്ലപോലെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നത് ശരിക്കും ഒരു വണ്ടറാണ് അല്ലേ? കാരണം നമ്മളുള്ളതെല്ലാം ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ഉള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ നമ്മളുടെ ഈ ഫോക്കസിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാണ് സ്കാറ്റേർഡ് ഫോക്കസ്, രണ്ടാമതാണ് ഡയറക്റ്റഡ് ഫോക്കസ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് ഡയറക്റ്റഡ് ഫോക്കസ് ആണ്. അപ്പോൾ എന്താണ് ഈ 2 സാധനം? മക്കളെ, സ്കാറ്റേർഡ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ സ്കാറ്റേർഡ് ആണ്, ഫുൾ തെറിച്ചിരിക്കുകയാണ്. ഡയറക്റ്റഡ് എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ ഡിറക്ഷനിൽ മാത്രം എന്താണ് ഫോക്കസ്ഡ് ആണ്. അപ്പോൾ സ്കാറ്റേർഡ് ഫോക്കസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം. അതായത് നമ്മൾ നല്ലപോലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് അമ്മ വിളിക്കുകയാണ്. അപ്പോൾ അമ്മ വിളിച്ചിട്ട് പറയും ഒരു 10 മിനിറ്റിനുള്ളിൽ ഭക്ഷണം റെഡിയാവും, നീ വന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക, 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പോകും. നമ്മളപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് നമ്മുടെ ഫോക്കസ് പോയി നമ്മൾ ഇന്ന് എന്തായിരിക്കും ഭക്ഷണത്തിൻ്റെ സ്മെല്ല് വരുന്നുണ്ടല്ലോ അല്ലേ? അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ നമ്മുടെ മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോണ് നമ്മൾ അടുത്ത് വെച്ചിട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്കാറ്റേർഡ് ആകാൻ വേറെ എവിടെയും പോകണ്ട. ചിലപ്പോൾ ആ മൊബൈൽ സ്ക്രീൻ ഒന്ന് ലൈറ്റ് കത്തുന്നുണ്ടാകും, എന്തെങ്കിലും നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബീപ്പ് സൗണ്ട് അല്ലെ, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ടിങ് എന്ന് പറഞ്ഞൊരു സൗണ്ട്, ഒരു മെസ്സേജ് വരുന്ന ആ ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ, പിന്നെ നമ്മുടെ പല സോഷ്യൽ മീഡിയാസിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ്, ഇതെല്ലാം ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻസ് ആണ്, നമ്മുടെ ഫോക്കസ് സ്കാറ്റർ ചെയ്യാൻ കാരണമാകുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്കിപ്പോൾ അറിയാം നമ്മളുടെ മെയിൻ ഡിസ്ട്രാക്ഷൻ മൊബൈൽ ഫോണാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ അതിലൂടെയാണ് ക്ലാസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ സംഭവങ്ങളും ഓഫാക്കി വെച്ച് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫാക്കി വെച്ചിട്ട് കാണാം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് നോക്കിയാണ് പഠിക്കുന്ന ആൾക്കാരാണ്, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മൊബൈൽ ഫോൺ മാറ്റി തന്നെ വെക്കാം. ഓക്കെ, സോ നമ്മൾക്ക് ചെയ്യാവുന്നൊരു കാര്യം അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് എന്നാണ്. അതിൽ മെയിൻ വരുന്നത് നമ്മളുടെ മൊബൈൽ ഫോൺ സംഭവങ്ങളാണ്. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഈ ഒരു ഫോക്കസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ സാധനങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്യുക? അപ്പം അതിലേറ്റവും ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡിയാണ്. അതായത് നമ്മുടെ ബോഡി, നമ്മുടെ ഹെൽത്ത് ഈ ഒരു ഫോക്കസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഭയങ്കര ഹെൽത്തി അല്ലാത്ത ആളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ഫാറ്റി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഭയങ്കര വണ്ണം വെച്ചിരിക്കുക. മിസ് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു തടി, ഒരു വണ്ണത്തിനെ കുറിച്ചല്ല മിസ് പറയുന്നത്. ചില ആൾക്കാർ പാരമ്പര്യമായി തടിച്ചിരിക്കും, അവർക്ക് യാതൊരു അസുഖങ്ങളും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അതല്ലാതെ നമ്മളുടെ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്, നമ്മൾ എക്സസൈസ് ചെയ്യായ്മയൊക്കെ കാരണം നമ്മൾ അങ്ങനെ തടിച്ചു വരിക എന്ന് കരുതാം. അപ്പോൾ സമയത്ത് നമ്മളുടെ ബോഡി വീക്കാണ് അല്ലേ? അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അൺഹെൽത്തി ആയിട്ടുള്ള വണ്ണം നമുക്ക് കോൺസെൻട്രേഷൻ കുറയാൻ കാരണമാകും. നമ്മൾക്ക് ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് പെട്ടെന്ന് നമ്മളെ ക്ഷീണം വരുത്തിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഉറക്കത്തിലേക്കുള്ളൊരു മൂഡാണ് വരിക. നമുക്ക് ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല.
പിന്നെ നമ്മൾ ഒത്തിരി ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ, നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കുക നല്ല പോലെ. ഇപ്പം നമുക്ക് ഒത്തിരി സ്ട്രെസ്ഡ് ആണ് നമ്മളെങ്കിൽ നമുക്കൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇതിനൊക്കെ എന്ത് ചെയ്യാം? ഒന്നാമത്തത്, നമുക്ക് ഈ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ് കാരണം ഉണ്ടാകുന്ന വണ്ണം കുറയ്ക്കാൻ നമ്മൾ ഹെൽത്തി ഫുഡ് കഴിച്ചാൽ മതി. രണ്ടാമത്തത് ഡീഹൈഡ്രേഷൻ അല്ലേ, നമുക്ക് എവിടെയും പോകണ്ട, നമ്മുടെ വീട്ടിൽ നല്ല ശുദ്ധമായ വെള്ളം കിട്ടും, അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക, നമ്മുടെ ബോഡി മൊത്തം ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണെങ്കിൽ ആ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു 20 മിനിറ്റ്സ് ഡെയിലി നിങ്ങൾ ചെയ്താൽ മതി. അത് ചിലപ്പോൾ ഒന്ന് നടക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് വെറുതെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും നിങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ചെയ്യുന്നതാവാം, മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നല്ല ഡീപ്പായിട്ട് കുറച്ച് നേരം ബ്രെത്ത് എടുക്കുന്നത് പോലും നല്ല മെഡിറ്റേഷനാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള ആ ഒരു കാര്യം നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ്, നമ്മുടെ ബോഡീനെ കുറിച്ച് ചിന്തിക്കുക, ബോഡി ഹെൽത്തി ആക്കി വെക്കുക. രണ്ടാമത്തെ കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്, ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ജനിക്കുമ്പോൾ തന്നെ ഒരു അനുഗ്രഹം പോലെ കിട്ടുന്നൊരു സാധനം അല്ല, അതൊരു സ്കില്ലാണ്. അത് നമ്മൾ വളർന്നു വരുന്ന ഇടയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ ജനിക്കുമ്പോൾ തന്നെ കോൺസെൻട്രേഷനോട് കൂടി ജനിക്കുന്ന ആൾക്കാർ, എനിക്ക് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന അനുഗ്രഹം ഇല്ലാണ്ടാണ് ഞാൻ ജനിച്ചത്, അങ്ങനെയില്ല. അപ്പോൾ നമുക്കിത് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യാം? നിങ്ങളൊരു 10 മിനിറ്റ്സ് ഒന്ന് ട്രൈ ചെയ്യാം. അത് നിങ്ങളെ കൊണ്ട് വളരെ ഈസി ആയിട്ട് പറ്റും. കാരണം നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ഒരാൾ നമ്മളെ വിളിച്ചാൽ പോലും നമ്മളറിയില്ല, അത്രയ്ക്ക് കോൺസെൻട്രേഷൻ ആയിരിക്കും. നമ്മൾ ഇഷ്ടമുള്ളൊരു മൂവി കാണുകയാണെങ്കിൽ അല്ലേ, ചുറ്റും നടക്കുന്നതൊന്നും നമ്മളറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും കോൺസെൻട്രേഷൻ ഇല്ല, കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, അത് തെറ്റാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതിനൊരു റീസൺ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് താല്പര്യക്കുറവായിരിക്കാം. കാരണം ഇനിയിപ്പോൾ താല്പര്യക്കുറവുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഒരു ദിവസം തന്നെ ഞാൻ 1 മണിക്കൂർ കോൺസെൻട്രേഷൻ ചെയ്യും, അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യും, അങ്ങനെയല്ല, കുറച്ച് ഇന്ന് ഞാനൊരു 10 മിനിറ്റ് ഇതിൽ മാത്രമേ ചിന്തിക്കുള്ളൂ. അങ്ങനെ ചിന്തിക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ നമുക്ക് വേറെ ചിന്തകൾ വരും. ട്രൈ ചെയ്യുക, ഇതിൽ തന്നെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത ദിവസം ആകുമ്പോൾ ഒരു 10 മിനിറ്റ്, പിന്നെ 5 മിനിറ്റ് കൂടി കൂട്ടുക. അങ്ങനെ കൂട്ടി അതെന്ത് ചെയ്യുക, ആ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സമയം കൂട്ടുക. ആൻഡ് അത് നമ്മളുടെ ഒരു ഹാബിറ്റാക്കി മാറ്റുക. അപ്പോൾ ഹാബിറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതാണല്ലേ. അപ്പോൾ അത് എല്ലാ ദിവസവും ആ ഒരു ടൈമിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് രാവിലെയാണ് നല്ലപോലെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ രാവിലെ ചെയ്യാം, നിങ്ങൾക്ക് രാത്രിയാണെന്നുണ്ടെങ്കിൽ രാത്രി ചെയ്യാം. പക്ഷെ അത് എല്ലാ ദിവസവും ചെയ്യണം. അതാണ് ഹാബിറ്റ് എന്ന് പറയണത് അല്ലേ. നമ്മൾ ആ ഒരു സമയം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ്, ഇപ്പോൾ നിങ്ങൾക്ക് രാത്രിയാകുമ്പോൾ എപ്പോഴായാലും ആ ഒരു സമയം, നിങ്ങൾ കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറക്കം വരും, എപ്പോഴും എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ അലാം ഒന്നും അറിയാതെ തന്നെ നിങ്ങൾ എഴുന്നേൽക്കുന്നുണ്ടാവും അല്ലേ. കാരണം അതൊരു ഹാബിറ്റാണ് ആ സമയത്ത് ഉറങ്ങുക എന്നുള്ളത്. അതേപോലെ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയം ഫിക്സ് ചെയ്യുക, ആ ഒരു സമയത്ത് അത് മാത്രം ചെയ്യുക, മൊബൈൽ ഫോൺ അടുത്തുനിന്ന് മാറ്റുക തന്നെ ചെയ്യുക. അപ്പോൾ നമുക്കതൊരു ഹാബിറ്റായിട്ട് മാറും. പിന്നെ ആ സമയമാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ കാര്യങ്ങളെ ചിന്തിക്കുള്ളൂ. റെഡി? ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അൺസ്റ്റിമുലേറ്റ് യുവർ ബ്രെയിൻ. അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ പഠിക്കുന്നത് രാവിലെ ആണെങ്കിൽ നല്ല പോലെ നമുക്ക് തലയിൽ കയറുന്നു. കാരണം നമ്മൾ ഒരു ലോങ് ബ്രേക്കിന് ശേഷം നമ്മൾ എഴുന്നേൽക്കുകയാണല്ലേ. അപ്പോൾ അത്രയും നേരം നമ്മളുടെ ബ്രെയിനിന് നമ്മൾ വേറെ സ്റ്റിമുലേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ബ്രെയിനും എന്താണ്, പ്രോസസ്സിങ്ങിലായിരുന്നു. നമ്മളായിട്ട് ബ്രെയിനിന് ഒരു വർക്കും കൊടുത്തിട്ടില്ല. ബ്രെയിനിൻ്റെ തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ അത്രയും ലോങ് സമയം ബ്രെയിൻ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നമ്മൾ കാരണമുള്ളൊരു വർക്കും ചെയ്യാതെ ഇരുന്ന് നമ്മൾ ഫ്രഷായിട്ട് പഠിക്കാനിരിക്കുന്ന സമയത്ത് ബ്രെയിനെല്ലാം കിട്ടും. നേരെ മറിച്ച് നിങ്ങളൊരു ആഫ്റ്റർനൂണൊക്കെ പഠിക്കാനിരിക്കുന്ന സമയത്ത് രാവിലെ മുതൽ എന്താണ്, നിങ്ങൾ ഫുൾ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ബ്രെയിൻ എന്താണ്, ഒരു ന്യൂട്രലായി നിൽക്കുന്ന അവസ്ഥയായിരിക്കും. പിന്നെയും നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ, ബ്രെയിൻ ക്ഷീണിച്ച് കാണും അല്ലെ. നിങ്ങൾ ഇതന്നെ ആലോചിച്ച് നോക്കും, നിങ്ങൾ നല്ലൊരു ലോങ് റേസിൽ പോയി എന്ന് കരുതാം, ഒരു നല്ലൊരു ഓട്ടം മത്സരത്തിന് പോയി നിങ്ങളാകെ ക്ഷീണിച്ചു. നിങ്ങളോട് ഞാൻ പറയാണ് ഒരു റൗണ്ട് കൂടെ ഓടൂ എന്ന് പറഞ്ഞാൽ പറ്റുമോ മക്കളെ? ഇല്ല. നേരെ മറിച്ച് ഒരു 5 മിനിറ്റ് ഞാനൊന്ന് നിൽക്കട്ടെ, ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ ഓടാമെന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലേ. അപ്പോൾ അതേപോലെ ഒത്തിരി സ്റ്റിമുലേറ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊരു ബ്രേക്ക് എടുക്കാം. അങ്ങനെ ബ്രേക്ക് എടുക്കുന്ന ഒരു 10 മിനിറ്റോ ഒരു 15 മിനിറ്റോ ബ്രേക്ക് എടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഒന്ന് ന്യൂട്രൽ സ്റ്റേജിലേക്ക് വരും. ദെൻ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് തലയിൽ കയറും. ആൻഡ് നമ്മൾ ബ്രേക്സ് എടുക്കുന്ന സമയത്ത്
ഓക്കെ, റെഗുലർ ആയിട്ടുള്ള ബ്രേക്സ് എടുക്കുക. ആ റെഗുലർ ആയിട്ടുള്ള ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുന്നതായിരിക്കണം ആ ബ്രേക്ക്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒന്ന് ചുമ്മാ ഇരിക്കാം, ഒന്ന് പുറത്തുള്ള നേച്ചറൊക്കെ നോക്കിയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാക്ക്, അല്ല വീടിന് ചുറ്റും ഒന്ന് നടക്കാം, ചെടികളൊക്കെ ഒന്ന് നോക്കാം, അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു പവർ നാപ്പ്, കുറച്ച് നേരം ഒന്ന് ഉറങ്ങുക, ഒരു 20 minutes ഒക്കെ ഒന്ന് ഉറങ്ങുക. പക്ഷേ എൻഷുർ ചെയ്യുക, നിങ്ങൾ എഴുന്നേക്കില്ല എന്ന ടൈപ്പ് ആൾക്കാരാണെങ്കിൽ ആരെങ്കിലും ഒന്ന് നിങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ അലാം സെറ്റ് ചെയ്യുക. കാരണം മിസ് അതുപോലെയാണ്, ഞാൻ കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും അറിയില്ല. അപ്പം ഞാനും എപ്പോഴും ഞാൻ പറയും എന്നെ വിളിക്കണം ഇത്ര സമയം കഴിഞ്ഞാൽ. അത് മാത്രമല്ല ഞാൻ അലാമും വെക്കും. 20 minutes ഉറങ്ങിയാൽ തന്നെ ഭയങ്കര റിഫ്രഷ്ഡ് ആവും. സോ നിങ്ങൾ കൊടുക്കുന്ന ബ്രേക്ക് നിങ്ങളുടെ ബ്രെയിനിനെ അൺസ്റ്റിമുലേറ്റ് ചെയ്യാനുള്ളതായിരിക്കണം, ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ളതാവരുത്. നിങ്ങളൊരു ലോങ് റേസിൽ ഒരു റൗണ്ട് ഓടി വന്നു, എന്നിട്ട് ഞാൻ പറയാം നിങ്ങൾ കുറച്ച് ചാടി കളിച്ചോ, അങ്ങനെ ബ്രേക്ക് എടുത്തോ, എന്നിട്ട് അടുത്ത റൗണ്ട് ഓടാന്ന് പറഞ്ഞാൽ നടക്കുമോ? അല്ലെ, ചാടി കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ എക്സസൈസ് ആണ്. എന്നിട്ട് വീണ്ടും റൗണ്ട് ഓടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് നമ്മൾ എന്താ ചെയ്യുക, ഒരു റൗണ്ട് ഓടി കുറച്ച് നിൽക്കും, എന്നിട്ട് അടുത്ത റൗണ്ട് ഓടും, അല്ലേ? സോ നമ്മൾ എടുക്കുന്ന ബ്രേക്ക് നമ്മളുടെ ബ്രെയിനിനെ റീചാർജ് ചെയ്യാനുള്ളതാവണം, അല്ലാതെ ചാർജ് കുറയ്ക്കാനുള്ളതാവരുത്. ദാറ്റ് മീൻസ് നമ്മൾ ഫോൺ ഉപയോഗിക്കരുത് ഇങ്ങനത്തെ ബ്രേക്സ് എടുക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സീരീസ് കാണുക, അങ്ങനത്തെ പരിപാടികളൊന്നും ഈ ബ്രേക്സിൽ ചെയ്യാതിരിക്കുക. കാരണം ഇത് നമ്മുടെ ബ്രെയിന് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ റെഗുലർ ബ്രേക്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലേണിംഗ് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിരിക്കും. ഈ കാര്യങ്ങൾ എൻ്റെ മക്കളൊന്നും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഓരോ പഠിക്കുന്ന സമയത്തും റെഗുലർ ആയിട്ടുള്ള ഒരു 5 minute 10 minute ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ വെരി നൈസ് ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു അരമണിക്കൂർ പഠിച്ച് ഒരു 5 minute ബ്രേക്ക് എടുക്കുക, ദെൻ ഒരു അരമണിക്കൂർ പഠിക്കുന്നു ഒരു 5 minute ബ്രേക്ക് എടുക്കുക, ദെൻ ഒരു അരമണിക്കൂർ പഠിക്കുന്നു, എന്നിട്ട് നിങ്ങളൊരു ലോങ് ബ്രേക്ക് ഒരു 20 minutes എടുക്കുക. അപ്പോൾ നമ്മളുടെ ലേണിംഗ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും, നിങ്ങൾക്ക് ഫോക്കസ്ഡ് ലേണിംഗ് പറ്റും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് കൂടി ചെയ്ത് നോക്കാം. വെറുതെ കമൻറ്റ് ചെയ്തു ഷെയർ ചെയ്തു ഇതൊന്നും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഒരു റിസൾട്ടും ഉണ്ടാവില്ല, അല്ലേ? സോ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.